രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണ വിവാദത്തിൽ മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരം തേടും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയിലെ യുവതിയെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നീക്കം. വിശദമായ പരിശോധന നടത്താനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ്, പോലീസിന്റെ ക്രൈംബ്രാഞ്ചിന്റെ ഈ പുതിയ നീക്കത്തിന് പിന്നിൽ എന്താണ്? വിജയകുമാർ, ഇതുവരെയും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്റ്റ് പരാതി ലഭിച്ചിട്ടില്ല. തേർഡ് പാർട്ടി പരാതിയുടെ അടിസ്ഥാനത്തിൽ പരാതി നൽകിയവരുടെ മൊഴി രേഖപ്പെടുത്തൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, അവ്യക്തമായ ചില സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ പശ്ചാത്തലത്തിലാണ് ഈ വിവരങ്ങൾ പുറത്തേക്കറിയാൻ വഴിയായിട്ടുള്ള മാധ്യമപ്രവർത്തകരിൽ നിന്ന് വിവരം തേടാൻ നിലവിൽ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരിൽ ചിലർ ആ പെൺകുട്ടിയെ അറിയാമെന്നും അവരെ കണ്ടിരുന്നുവെന്നൊക്കെ പറഞ്ഞിരുന്നു. ആ സാഹചര്യത്തിൽ അവരിൽ നിന്നടക്കം വിവരശേഖരണം നടത്തുക എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്ന കാര്യം. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ പരാതി തുറന്ന് അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകാനോ മുന്നോട്ട് പോകാതിരിക്കാനോ ആരെങ്കിലും സാമ്പത്തിക സമ്മർദ്ദമടക്കം നടത്തിയോ എന്നുള്ള കാര്യത്തിലും പോലീസ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം പരിശോധന നടത്തും. ഇതിന്റെ ഭാഗമായി ഉടൻ മാധ്യമപ്രവർത്തകരിൽ ചിലരെ, അതായത് ഈ വിവരം അറിയാം എന്ന് ക്രൈംബ്രാഞ്ചിൽ ഉറപ്പുള്ള ചിലരെ നോട്ടീസ് നൽകി അവരുടെ മൊഴി രേഖപ്പെടുത്തുക അടക്കമാണ് ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്ന കാര്യം. വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്ത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.